സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആവേശമുണർത്തി LDF സ്ഥാനാർത്ഥി KJ മാക്സ് ഇവിടെ പൊതുപര്യടനം സമാപിച്ചു. മട്ടാഞ്ചേരിയുടെ ജനഹൃദയങ്ങൾ കീഴടക്കി LDF സ്ഥാനാർത്ഥി KJ മാക്സിയുടെ പൊതുപര്യടനത്തിന് സമാപനം. ചരിത്രമുറങ്ങുന്ന ചെമ്പിട്ടപ്പള്ളിയുടെ മുൻവശം മാണ്ടാംകുളത്തിന് സമീപത്ത് നിന്നാണ് പൊതുപര്യടനം ആരംഭിച്ചത്. ദാർസലാമുക്ക്, കപ്പലണ്ടിമുക്ക്, ചക്കാമാണം, കോമ്പാറമുക്ക്, മാളിയേക്കൽ പറമ്പ്, അധികാരിവളപ്പ്, ആനവാതിൽ, സ്റ്റാർ ജംഗ്ഷൻ, ജൂതൻപറമ്പ്, അസ്രാജ് ബിൽഡിംഗ്, പെട്ടിക്കാരൻ പറമ്പ്, മഹദ്രപ്പള്ളി, ഇലഞ്ഞിമുക്ക്, വാട്ടർ ടാങ്ക്, MASS സ്കൂൾ, പുതിയ റോഡ്, ഓയിസ്റ്റ് ഓഫ് ജംഗ്ഷൻ, ചെർലായിക്കടവ്, TK പരീക്കുട്ടി റോഡ്, നെല്ലിക്കടവ്, ചക്കരയിടുക്ക്, ബന്തക്കപ്പറമ്പ്, ദിക്രാനപ്പള്ളി വഴി ഈരവേലി ജംഗ്ഷനിൽ സമാപിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വഞ്ചനാവലിയാണ് തെരുവോരങ്ങളിൽ KJ മാക്സിയെ കാത്തുനിന്നത്. പ്രായമായവരും സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നതിനായി കാത്തുനിന്നു. ആഘോഷമയമായ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും അനുഭവപ്പെട്ടത്. രാവിലെ മുണ്ടമ്പലി, കുമ്പളങ്ങി എന്നിവിടങ്ങളിൽ ഗൃഹസന്ദർശനവും നടത്തിയിരുന്നു. കെൽട്രോൺ പാലം യാഥാർത്ഥ്യമാക്കിയ MLAക്ക് അവർ നന്ദി രേഖപ്പെടുത്തി. നമ്മുടെ കുടുംബത്തെ ഏറ്റവും ആദ്യം എണീക്കുന്നതാരാ? വീട്ടിലെ ആദ്യം ജോലിക്ക് അടുക്കളയിലേക്ക് പോകുന്ന സ്ത്രീകളാണ്, വീട്ടമ്മയാണ്. സ്ത്രീകള് ആദ്യം അടുക്കളയിലേക്ക് ചെന്ന് ജോലി തുടങ്ങി കഴിയുമ്പോഴാണ് മറ്റുള്ളവർ എണീച്ചു വരിക. ഒരു വീട്ടിൽ അവസാനം കിടക്കുന്നതാരാ? എല്ലാ പാത്രങ്ങളെല്ലാം കഴുകിക്കഴിഞ്ഞ് അവസാനം വന്നു കിടക്കുന്നതും ആ വീട്ടമ്മയാണ്. അപ്പൊ ആദ്യം എണീക്കുന്നത് മുതൽ വീട്ടിലെ അവസാനത്തെ പണി വരെ ചെയ്യുന്ന വീട്ടമ്മയ്ക്ക് വരുമാനമില്ല. വരുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്, തങ്ങൾ അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ 1000 രൂപയാക്കി ഉയർത്തുമെന്നും അത് കുടിശ്ശിക തീർത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് മാസങ്ങൾ തികയുന്നതിന് മുൻപ് തന്നെ അക്ഷരാർത്ഥത്തിൽ 18 മാസവും 22 മാസവുമെല്ലാം കുടിശ്ശികയായി കിടന്ന മുഴുവൻ തുകയും നൽകി എന്ന് മാത്രമല്ല, ഇന്ന് 2000 രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം, സഖാവ് KJ മാക്സി വിജയിക്കുന്നതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചിടത്തോളം ചുരുക്കം ചില വാക്കുകളിലെല്ലാം അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മണ്ഡലത്തിലുടനീളമുള്ള എല്ലാ സ്വീകരണ പോയിന്റുകളെയും സംസാരിച്ചു പോകുന്നത്. വളരെ തെറ്റായ പ്രചാരവേലകള്, ദുഷ്പ്രചരണങ്ങള്, കള്ളപ്രചാരണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എതിർ സ്ഥാനാർത്ഥി. ഈ പ്രചാരവേലയില് ഈ കൊച്ചിയിലെ ജനങ്ങളുടെ മുന്നിൽ വിലപ്പോവില്ല എന്നുള്ളത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായി ഇവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ കരുതലും ക്ഷേമവും നടപ്പാക്കിയ സർക്കാർ 2016 അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ നമുക്കറിയാം, ക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നു. ആ 600 രൂപ എന്നുള്ളത് 18 മാസത്തെ കുടിശ്ശിക വരുത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ UDF സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിൽ കയറി. അധികാരത്തിൽ കയറിയപ്പോൾ ആദ്യം തന്നെ ചെയ്തത് 18 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക എല്ലാവർക്കും, അർഹരായ മുഴുവൻ ആളുകൾക്കും. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.